നമ്മുടെ സുഹൃത്താണ് ദിനേശ്. ദിനേശിൻ്റെ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ രേണുവിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. എനിക്ക് രേണുവിനെ ഒരു സഹതാപമുള്ളൂ. എനിക്ക് രേണുവായിട്ട് ഒരു പരിചയവുമില്ല. പക്ഷേ ദിനേശായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്, പരിചയമാണ്. ഞങ്ങൾ വിളിക്കാറുണ്ട്. സിനിമാ ഫീൽഡിലായിരിക്കുമ്പോഴും മൂപ്പരെ എനിക്ക് പരിചയമാണ്. മൂപ്പര് തൃശ്ശൂർ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു, ജയറാമിൻ്റെ പടം. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കാര്യം, യഥാർത്ഥ കാര്യം. ഞാൻ എപ്പോഴും രേണുസുധീരെ കൂടി, അതൊരു പാവമാണ്. അത് ഈ ജീവിക്കാൻ വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ എന്തെങ്കിലുമൊക്കെ 10 രൂപ കിട്ടി കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി മാത്രം കോമാളിത്തരങ്ങൾ കാണിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ, കോമാളിത്തരം കാണിക്കുന്നിടത്താണല്ലോ ആൾക്കാർ വ്യൂ കൂടുക. അതേപോലെ തന്നെ ബിഗ് ബോസിൽ പോയിട്ടും അതിൻ്റെ നമ്മുടെ ശ്രുതി മരിച്ചതിന് ശേഷം എല്ലാം കാണിക്കുന്നത് ഒരു പ്രാന്താണത്. അതിനൊരു കുട്ടികളെയായിട്ട് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനെ വല്ലൊരു കുറ്റം പറയുകയോ ചീത്ത പറയുകയോ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമമാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ദിനേശിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ദിനേശിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് ലെങ്ത്തിന് ഒരു 6 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഒരു മിമിക്രി കലാകാരൻ കൊല്ലം സുധി കാർ അപകടത്തിൽ മരിക്കുന്നു. നല്ല പയ്യനായിരുന്നു. സുധിയുടെ ഭാര്യയും അവർ 2ാം കെട്ടാണ്, രണ്ടുപേരുടെയും. സുധിയുടെയും 2ാം കെട്ടാണ്. ഈ 2ാമത് കല്യാണം കഴിച്ച പെണ്ണുപിള്ളയുടെ കല്യാണം 2ാമത്താണ്. 2 കുട്ടികളും അനാഥരായെന്ന് വാർത്ത വന്നു. സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മോനും ഇപ്പോൾ ഉള്ള ലൈവ് ഭാര്യയുടെ ഒരു കൊച്ചു ആൺകുട്ടി. 24 ക്ഷീണനായി ചാടി ഇറങ്ങുന്നു. ഇവർ അനാഥരാകില്ല, ഞങ്ങൾ വീട് വെച്ച് നൽകും. സുധിയുടെ ഭാര്യയ്ക്ക് 24 പണിയും കൊടുക്കും. നിങ്ങൾ വീട് വയ്ക്കണ്ട, ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് സുരാജ് വെഞ്ഞാറമൂട് പിന്നാലെ വരുന്നു. അങ്ങനെ ദുരിതാശ്വാസ പ്രവാഹമായിരുന്നു. ഒരു പള്ളിയിലച്ഛൻ വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകി, 8-10 സെന്റ്. ഒരു കെട്ടിട നിർമ്മാതാവ് മനോഹരമായൊരു വീട് വെച്ച് നൽകി. അപ്പോഴാണ് മറുനാട ഷാജൻ ചാടി ഇറങ്ങുന്നത്. ഈ വീടിന്റെ ചുറ്റുമതിൽ ഞാൻ കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ് അദ്ദേഹം 1.5 ലക്ഷമോ 2 ലക്ഷത്തിനകത്തെന്തോ വെച്ച് മതിൽ കെട്ടിക്കൊടുക്കുന്നു. അങ്ങനെ സഹായഹസ്തങ്ങൾ മത്സരിക്കുമ്പോൾ സുധിയുടെ ഭാര്യ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആൽബത്തിൽ അഭിനയിക്കല്, ടെലിഫിലിമിൽ അഭിനയിക്കല്, സിനിമയിൽ അഭിനയിക്കല്, ഗൾഫ് യാത്ര, അഭിമുഖങ്ങള്. മഞ്ജു ഭാര്യയുടെ രൂപസാദൃശ്യമുള്ള ആളാണ് ഞാൻ. മഞ്ജു ചേച്ചിയെ പോലെ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. മഞ്ജു ചേച്ചിയെ എവിടെ ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക്. അപ്പൊ ഈ വെട്ടുകിളികളെ പോലെ മറ്റേ യൂട്യൂബർമാർ പറയാൻ നടക്കുമല്ലോ, ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചെറുക്ക അവിടെ പുറത്ത്, അവനിവിടെ 3 പിള്ളേരായിട്ട് ഉള്ളതാണ്. ഇനി എവളായിട്ട് പിടിച്ച് കെട്ടിക്കളയോന്ന് എനിക്കറിഞ്ഞൂടാ. രേണുസുധി എന്ത് പറയുന്നു, നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന മേക്കപ്പ് എന്താണ്, നിങ്ങളുടെ തലയിൽ വിഗാണോ, ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു, മനോഹരമായി ഇരിക്കുന്നല്ലോ, മഞ്ജു വാര്യരെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഈ ചെറുക്കൻ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത്രയായപ്പോഴേക്കും ഇവരൊരു 1-1.5 ആളായി എന്ന് അവർക്ക് തോന്നി. അപ്പൊ അതാ വരുന്നു അതുവരെ പിക്ചറിലില്ലാത്ത ഒരു തന്ത. ഇവരുടെ തന്ത എന്നാണ് പറയുന്നത്. പുറകെ ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയവനും കുറെ കുട്ടികളും. ആദ്യ ഭാര്യയിലെ സുധിയുടെ മോൻ ജീവനും കൊണ്ട് ഓടി സുധിയുടെ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്നു. അവനെ ആനിമേഷനൊക്കെ 24 ഫ്ലവേഴ്സ് ചാനൽ പഠിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും ആ കുട്ടിക്ക് 24-ൽ ഒരു ജോലി കൊടുക്കും. അവൻ ആനിമേഷനിൽ ശ്രദ്ധേയനാകട്ടെ. യൂട്യൂബർമാർ സ്ഥിരം പൊറുതി സുധിയുടെ ഭാര്യയോടൊപ്പം അവിടെ വീട്ടിൽ തമ്പടിച്ച് കിടക്കണമെന്നേ. എവിടെ പോയാലും ഒരു 25 യൂട്യൂബർമാർ പിന്നാലെ. കൊച്ചിയിലെ ഒരു പുളുന്താൻ ചെറുക്കൈ ഇവരുടെ നായകനായി ഒരു ആൽബത്തിൽ അഭിനയിച്ചു. ഈ തിയേറ്ററിൽ പറ്റി കിടക്കുന്ന 2 ഇല്ല അലവലാദികൾ. അതിലൊരുത്തെ ഇവളെ നായകനായിട്ട് അഭിനയിച്ചു. ആലോചിച്ചൊക്കെ ഈ പെണ്ണിന്റെ ഒരു ഗതികേട്. ചിത്രീകരണത്തിൻ്റെ ഇടയിൽ അവൻ ഈ പെണ്ണുമ്പിള്ളക്ക് ഒരു ഉമ്മം കൊടുത്തു. ഇടി ഇവളൊരു അടി കൊടുക്കുന്നു. ഷൂട്ടിംഗ് ക്രൂവിൽ പലരും വന്ന് ഇങ്ങനെ മുഖത്തേക്ക് കുത്തിപ്പിടിച്ച് മതിൽ കൊണ്ട് ചേർത്ത് നിർത്തി. ചേർത്ത് അപ്പോൾ ജഗതി ആക്കുമ്പോഴായിക്കൊണ്ടിരിക്കുന്നു ഇടി. അവ ഇടി മാറ്റണം. എന്നാലും അവൻ വിചാരിച്ച് ഇവക്കിട്ടൊരു ഉമ്മം കൊടുക്കാൻ പറ്റിയല്ലോ. സ്ഥലം സൗജന്യമായി കൊടുത്ത പള്ളിയിലച്ഛൻ ഇതിനിടയിൽ ഒരു വാചകം അടിച്ചു. ഈ സ്ഥലം ഞാൻ കൊടുത്തത് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് നൽകിയതാണ് എന്ന് അദ്ദേഹം അടിച്ചു. തന്റെ സ്ഥലം ആർക്ക് വേണോ എന്നായി പള്ളിയിലച്ഛനോട് ഈ പെണ്ണുപിള്ള. അപ്പൊ അതാ വരുന്നു വീട് വെച്ച് നൽകിയ ആള്. ചോർന്നൊലിക്കുന്ന വീട് വെച്ച് തന്ന് ഞങ്ങളെ പറ്റിച്ചു അല്ലടാ നീ എന്ന് അയാളോട്. അപ്പൊ പിന്നെ മതിൽ കെട്ടിക്കൊടുത്ത മറുനാട ഷാജനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. അവനാര് മറുനാട ഷാജൻ കടുവയെ കിടുവ പിടിച്ചെന്ന് പറഞ്ഞ പോലെ മറുനാട ഷാജനെ പറ്റി ചോദിക്കുകയാണ്. അവനാര്? ഒരു യൂട്യൂബർ. എന്നെ വരട്ടാൻ അവനാര്? അവൻ പിണറായിക്ക് വരട്ടിയാൽ മതി. എന്നെ വരട്ടിയ അവൻ വേറെ പറയും. അവൻ ഒരു യൂട്യൂബർ ഒന്നും നടക്കണം. അവര് എന്നെ വരട്ടാ എന്നൊക്കെ പറഞ്ഞു കുറെ തെറി ഈ പെണ്ണുമ്പിള്ള. പിറകെ അതിന്റെ തന്ത ഷാജൻ ബേസ്മെന്റ് കരിക്കല്ലുകൊണ്ട് കെട്ടാതെ
സിമെന്റ് വേണ്ടതുകൊണ്ട് മതിൽ കെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ്, അതായത് ആലോചിക്കൂ, 2 ലക്ഷം രൂപ മുടക്കി ഒരു മതിൽ കെട്ടിക്കൊടുത്ത മനുഷ്യനെ വിളിക്കുന്ന തെറി കേൾക്കണം നിങ്ങൾ. ഇങ്ങനെ എന്താ പറയാ, തെറിയോട് തെറി സഹായിച്ചവരെ മുഴുവൻ വിളിക്കുകയാണ്. ഇതിനിടയിൽ ആക്സിഡന്റ് ക്ലെയിം കിട്ടും. ഈ സുധി മരിച്ചതിന്റെ ആക്സിഡന്റ് ക്ലെയിം കിട്ടും. ആ ക്ലെയിം 4 ആയിട്ട് ഭാഗിക്കണം എന്നാണ് പറയുന്നത്. സുധിയുടെ അമ്മയ്ക്ക്, സുധിയുടെ ആദ്യ ഭാര്യയിലെ മകന്, ഈ 2ാം ഭാര്യയ്ക്ക്, 2ാം ഭാര്യയിലുള്ള കുട്ടിക്ക്, 4 പേർക്കാണ് വീതിക്കേണ്ടത്. പക്ഷേ അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ പെണ്ണുപിള്ള പറയുന്നത്. എന്നിട്ട് ആ പുതിയ വെച്ചുകൊടുത്ത, സൗജന്യമായി വെച്ചുകൊടുത്ത വീടിന്റെ ചുറ്റും സുധിയുടെ ഒരുപാട് അവാർഡുകൾ കൊണ്ട് നിരത്തി വെച്ചിരുന്നു. ഇതിനെല്ലാം കൂടെ വാരി പുല്ല് സ്ഥലം മെനക്കെടുത്താൻ വെച്ചേക്കണമെന്ന് പറഞ്ഞൊരു ചാക്കി കെട്ടി കട്ടിലിന്റെ അടിയിലിട്ടിരിക്കുക. എന്നിട്ട് ഇവക്ക് കിട്ടിയ 2-3 ഉണക്ക ഷീലെടുത്ത് അവിടെയൊക്കെ വെച്ചേക്കും. ഇത് ഈ യൂട്യൂബർമാരിൽ ആരോ ഒരാൾ ചോദിച്ചാൽ പറയല്ലേ, എനിക്ക് സുധിയോടുള്ള ബഹുമാനം കൊണ്ടല്ലേ ഞാൻ ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടി ഇട്ടേക്കണത്. പലപ്പോഴും നമുക്ക് തോന്നും ഈ കുട്ടി നോർമൽ അല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. അങ്ങനെയൊക്കെയാണ് ആ കുട്ടി സംസാരിക്കുന്നത്. അയ്യോ, അറഞ്ചം പുറഞ്ചം തെറി പറയുകയാണ് നാട്ടുകാരൻ മുഴുവൻ. എന്റെ വീട്ടില് എന്റെ ചേച്ചിയും കെട്ടിയൊന്നുമല്ലാതെ നീയാണോടാ താമസിക്കാൻ എന്നാണ് ഒരു യൂട്യൂബറോട് ചോദിക്കുന്നത്. ചോദിച്ച് എന്താ പറയാ, ഒരു പരുവമാക്കുന്നു അവർക്കെന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഈ ചെറുക്കനെ വളർത്തണമെങ്കിൽ ഇനി എടുത്തോന്നാണ് പറഞ്ഞത്. അത് സുധി 2ാമത് കല്യാണം കഴിച്ച് എവക്ക് ഉണ്ടായ കുട്ടിയിൽ അതിനെയും വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇവള് പോയി ഒരു മഞ്ജുവാരനായി കഴിയുമ്പോൾ ഈ കൊച്ചിനെ കൊന്നുകളയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പട്ടിണിക്കിട്ടൊക്കെ വേണമെങ്കിൽ കൊന്നുകളയും. പോലീസ് അത് അന്വേഷിക്കണം, ഓർക്കണം. അടുത്തുള്ളവരൊക്കെ അത് ഓർത്ത് വെച്ചോളണം, അല്ലെങ്കിൽ യൂട്യൂബർമാർ നോക്കിക്കൊള്ളണമെന്ന് ഞാൻ പറയും. കാരണം തരുമ്പ് പോലും ആ കുട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ല. ഇതിനിടയ്ക്ക് സിന്ധു പറയുന്നത് കേട്ടു, ആ ആദ്യ ഭാര്യയിലുള്ള മകൻ വന്ന് ഒരു കൂട്ടുകാരനായിട്ട് വന്നിട്ട് ആർക്കും വേണ്ടാതെ ആ വീട്ടിനകത്ത് കിടക്കുന്ന കൊച്ചിനെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി എവിടെ ഹോട്ടലിൽ കൊണ്ടുവന്ന് ആഹാരം വാങ്ങിക്കൊടുത്ത് മധുരം മിഠായിയോ ലഡുവോ ഒക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടിയെ തിരിച്ചുണ്ടാക്കിയിട്ട് അവൻ പോയി. അയ്യോ, ഈ കൊച്ചുകുട്ടിയുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ ആ കുട്ടിയുടെ ജീവൻ അപകടമാകാം. കാരണം ഒരു ബാധ്യതയായി വരില്ലേ ഈ പയ്യൻ. ഇനിയിപ്പോ സിനിമയിലും സീരിയലിലും ഗൾഫ് യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാം ആയി മഞ്ജു ചേച്ചിയായിട്ട് വരുമ്പോൾ വേറൊരു ഏതെങ്കിലും ഒരു പേങ്ങം വന്ന് വീഴും കെട്ടായി. അപ്പൊ ഈ കുട്ടി ഒരു ബാധ്യതയാവും. ഈ അവളുടെ തന്റെ കണ്ടിട്ട് ഈ കുട്ടിയെ നോക്കും തോന്നില്ല. അയ്യോ, എന്റെ മോളുടെ കുട്ടിയല്ലേ എന്നുള്ള ഒരു വാത്സല്യവും ആ കുട്ടി ആരും ശ്രദ്ധിക്കുന്നില്ല. അനാഥ കുട്ടിയായിട്ട് ആ വീട്ടിൽ അങ്ങനെ നടക്കുന്നു കൊച്ച്. ഇങ്ങനെ എന്താ പറയാ, കൈ കിട്ടുന്നവന്മാരെയൊക്കെ അറഞ്ചം പുറഞ്ചം തോന്നുന്നൊക്കെ വിളിച്ചു കൂട്ടുന്നതാണ് ഇപ്പൊ യൂട്യൂബിലെ ട്രെൻഡ് ഈ പെണ്ണുപിള്ളയുടെ. ഇനിയിപ്പോ നമ്മളത് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, ആ ശാന്തിയുള്ള ദിനേശ് നിങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അവൻ ആര് പറ്റി, അവൻ എന്നെ പറയാൻ ആര്, ഒരു യൂട്യൂബർ അല്ലേ, ഇവന്റെ ചെലവാണ് ഞാൻ കഴിയുന്നത് ചിലപ്പോ എന്നെയും പറയാം. എനിക്ക് പേടിയിട്ട് സത്യത്തിൽ ഈ പെണ്ണുപിള്ളയെ കുറിച്ച്. 24 ചാനല് ഒരു ജോലിയും പുല്ലും നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ തെയ് എന്നാൽ അലക്കുകയാണ് ഈ പെണ്ണുപിള്ള. ഇതിനപ്പുറം എന്താ പറയുക. ഒരു സ്റ്റോറി ചെയ്യുമെന്ന് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം മറുനാടൻ ഷാജനെ വരെ തെറി വിളിച്ചവളാവുമ്പോൾ നമ്മളെപ്പോലുള്ള സാധുക്കളെയൊക്കെ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് സ്ത്രീയല്ലേ, സ്ത്രീപക്ഷ സർക്കാരല്ലേ ഭരിക്കണേ. ചെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക, ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇപ്പൊ ഇണ്ടാസ് പോവും. നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ഒരു ആത്മഹത്യാ ഭീഷണി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കും വേണമെങ്കിൽ. അപ്പൊ തന്നെ മുഖ്യമന്ത്രി എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കും, ഇവനെ പൊക്കി അകത്തിടൂ, കമ്മ്യൂണിസ്റ്റുകാരനൊന്നും നോക്കണ്ട, പൊക്കി അകത്തിടൂ എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് പേടിയുമുണ്ട്. എന്തായാലും അപ്പോൾ കേട്ടില്ലേ. അപ്പോൾ ഇതിൽ തെറ്റേത് ശരിയേതെന്നുള്ളത് നമ്മൾ അല്ല, അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇത്രയും നമുക്കിതിൽ പറയാനുള്ളൂ.